വടക്കൻ പറവൂരിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന ആരോപണം. പറവൂർ പട്ടണം സ്വദേശി കാവ്യ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാവ്യ മരിച്ചത്. ഡിസംബർ 24-ാം തീയതിയാണ് പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയെ രണ്ടാമത്തെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കുട്ടിക്ക് ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ മരണമുണ്ടായത്? രഞ്ജിത്തെ, ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം 2 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷമാണ് കാവ്യ മരിച്ചിരിക്കുന്നത്. കുടുംബം പറയുന്നത് ഡിസംബർ 24-ാം തീയതി, ക്രിസ്മസിന്റെ തലേ ദിവസമാണ് പറവൂർ ഡോൺ ബോക്സോ ആശുപത്രിയിലേക്ക് ഈ കാവ്യയെ കൊണ്ട് പ്രസവത്തിനായി കുടുംബം എത്തിയത്. അതിനുശേഷം അമിതമായ രക്തസ്രാവം ഉണ്ടായി. പെൺകുഞ്ഞിന് ജന്മം നൽകി. അതിനുശേഷം അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയും വീണ്ടും ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ കുടുംബം ചോദിക്കുന്നുണ്ട്, മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോഴും ആശുപത്രിയിൽ നിന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർമാരുണ്ട്, ഇവിടെ തന്നെ മികച്ച ചികിത്സ നൽകാമെന്നാണ്. അത് വിശ്വസിച്ച് കുടുംബം കാത്തിരിക്കുന്നു. അതിനുശേഷം ഡോക്ടർമാർ പറയുന്നത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ്. രക്തസ്രാവം നിൽക്കാത്തത് കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിന് കുടുംബം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ കാവ്യയ്ക്ക് ഹൃദയാഘാതം വരികയും അബോധാവസ്ഥയിലാകുകയും ചെയ്തു. കുടുംബം ഇത് കണ്ട് ഭയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ 6 മണിക്കൂറോളം ഈ ഹൃദയാഘാതം വന്നതിന് ശേഷവും 6 മണിക്കൂറോളം ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ആശുപത്രി ഡോക്ടർമാർ പറയുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നുള്ള ആംബുലൻസും വിദഗ്ധ ഡോക്ടർമാരും എത്തുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നേരെ ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളൂ എന്ന് ഏറെ വൈകിയ ശേഷമാണ് ഈ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്നും പറഞ്ഞത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് തങ്ങളുടെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കൂടി പിതാവ് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും പക്ഷേ ചികിത്സ ഫലവത്തായില്ല. അപ്പോഴേക്കും കാവ്യ മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറെ ദുഃഖിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 2 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷമാണ് കാവ്യ മരിച്ചത് എന്നതാണ്. എന്തായാലും കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. FIR പോലീസ് രജിസ്റ്റർ ചെയ്തുവെങ്കിൽ പോലും ആശുപത്രിയുടെ പേരില്ല എന്ന കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് പറയുന്നത് ആശുപത്രിയിലെ ഒരു വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആശുപത്രിക്കെതിരെ കേസെടുക്കുക എന്നാണ്. ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നത് അത്തരത്തിലുള്ളൊരു പിഴവ് ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടില്ല എന്നുകൂടിയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.